പ്രിയപ്പെട്ടവരെ, മാത്സ് ക്ലാസ്സിൻ്റെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് അടുത്ത സെക്സിലെ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെൻ ഡയഗ്രാം എന്ന് പറയുന്ന കാര്യമാണ്. വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാം ജോൺ വെൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇത് ഈ രീതിയിലുള്ള റെപ്രസെന്റേഷൻ കണ്ടുപിടിച്ചത്. ഈ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ, സെക്സിന്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഈ പറയുന്ന ഈ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ജോൺ വെൻ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ അതിന്റെ പേര് ആ പേരിന് ചാർത്തി വെൻ ഡയഗ്രാം എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. അതായത് എല്ലാ സെറ്റുകളെയും ഉൾക്കൊള്ളുന്ന ഒരു കൺസിഡറേഷൻ വരുന്ന എല്ലാ സെറ്റുകളെയും ഉൾക്കൊള്ളുന്ന വലിയ ഒരു സെറ്റ്. ആ സെറ്റിനെ നമ്മൾ റെക്ടാങ്കിൾ ഷേപ്പിൽ ഡിനോട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ യു എന്ന് കൊടുക്കും. അപ്പോ യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് റെക്ടാങ്കിൾ ഷേപ്പ്. ഇച്ചിരി കണക്കടക്കമായിട്ടുണ്ട്, കുഴപ്പമില്ല, ക്ഷമിക്കും. അതിനെ യു എന്ന് നമ്മൾ നോട്ട് ചെയ്യുന്നു, യൂണിവേഴ്സൽ സെറ്റ്. ഇനി നമ്മൾ അതിനകത്ത് കൺസിഡർ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു സെറ്റുകളുണ്ടല്ലോ, എ ബി സി ഡി, എത്ര വേണമെങ്കിലും ആകാം. ഞാൻ രണ്ടെണ്ണം എടുക്കുന്നു, എയും ബി. അപ്പൊ ആ എയും ബിയും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ സർക്കിള് അല്ലെങ്കിൽ ഓവൽ. ഏത് വേണം നമുക്ക് ഉപയോഗിക്കാം, ഏത് ഷേപ്പ് വേണം ഉപയോഗിക്കാം. ഓവൽ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ കൂടുതൽ വ്യക്തതയ്ക്ക് നല്ലത് സർക്കിൾ ആയതുകൊണ്ട് ഞാൻ സർക്കിൾ തന്നെ ഡിനോട്ട് ചെയ്തു. അപ്പോൾ സെറ്റ് എ, സെറ്റ് ബി, ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന വലിയൊരു നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ഈ രീതിയിലുള്ള റെപ്രസെന്റേഷൻ. ഇനി ഒരു സെറ്റ് കൊണ്ടുണ്ടെങ്കിൽ സി, ഇവർ തമ്മിൽ കോമൺ ഉള്ളത് കൊണ്ടാണ്, ഇവർ തമ്മിൽ ബന്ധമുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കയറി കിടക്കണ. മാഷപ്പോൾ ഒരു എക്സാമ്പിളൂടെ കാണിച്ചു തരാം, അപ്പോഴത് ക്ലിയർ ആകും എന്താണ് അത് അങ്ങനെ കൂട്ടിമുട്ടി എന്നുള്ളത്. കൂട്ടിമുട്ടാണെന്ന് തിരിക്കാം, അവർ തമ്മിൽ ബന്ധമില്ലെങ്കിൽ എയും ബിയും സെപ്പറേറ്റ് മാറ്റിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, u is equal to 1 2 3 4 5 6 7. okay, a equal to 1 4 5 and b is equal to 2 4 7. നിങ്ങൾ വിചാരിച്ചോളൂ, u equal to 1 2 3 4 5 6 7, a is equal to 1 4 5, b is equal to 2 4 7. നിങ്ങൾ നോക്കുക, എയും ബിയിലും ആരുണ്ട്? 4 ഉണ്ട്. എയും ബിയും കൂടെ ചേർന്നുള്ളത് ആര് വരണം? 4 വരണം. പിന്നെ ആരാണ്? ഏഴ് പിന്നെ ആരോടെ? 1 5. ഞാൻ 1 5. ഇനി മൊത്തം നോക്കിയ ഏഴാരൊക്കെയുണ്ട്? 1 4 5 വന്നില്ലേ? എയിലെ 1 4 5 വന്നത് കണ്ടോ? ഓക്കെ. തിരിച്ച് ബിയിലെ കോമൺ ഉള്ള 4 നമ്മൾ നടുക്കിട്ടു, ബാക്കി ആറുള്ള 2 7. ഓക്കെ, 2 7. ഇനി ആരാണ് ബാക്കി പുറത്ത് കളഞ്ഞത്? ഒന്നുമില്ലാതെ എയിൽ ബിയിലും ഇല്ല, പക്ഷെ യുവിലുണ്ട്. ആരാണല്ലോ? 1 2 2 ഇവിടെ ഉണ്ട്, 3 ഇല്ല, 4 5 ഉണ്ട്, 6 ഇല്ല. 3 6 പുറത്താണ്, എയിലും ബിയിലും ഇല്ലാത്തതാണ് 3 6. അവർ യുവിലാണ്, അവര് യുവിലാണ്. 3 6 യുവിലാണ്. അത് നമ്മൾ യുവില് നമ്മൾ ഇട്ടു. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, യൂണിയൻ ഓഫ് സെറ്റ്സ്. നെക്സ്റ്റ് വൺ, യൂണിയൻ ഓഫ് സെറ്റ്സ്. നമ്മൾ ഈ എന്താ പറയാ, ഏതോ സിനിമയെ ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു തുർപ്പുലാലെന്ന് തോന്നുന്നു. അവിടെ മമ്മൂട്ടി തട്ടുകട യൂണിയൻ സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്ന പരിപാടിയില്ലേ? എന്താ യൂണിയൻ? ഒരുമിച്ചുള്ള, അവർ ഒരുമിച്ച് എന്നുള്ള അർത്ഥം. അത് തന്നെയാണ് നമ്മുടെ ഇവിടെയും വരുന്നത്. രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറയുന്നത് അവർ രണ്ടുപേരും കൂടെ ഏകോപിച്ചുണ്ടാകുന്ന ഒരു ടീം. ഓക്കെ,
നമുക്ക് നോക്കാം. സോ A equal to 1 2 3 എളുപ്പത്തിനാണ് എപ്പോഴും ഞാൻ ഈ 1 2 3 1 2 3 എന്ന് പറയുന്നത് കേട്ടോ, ഏതൊന്നും തരാം. B equal to 6 5 3, A equal to 1 2 3, B equal to 6 5 3 and A union B represent ചെയ്യുന്നത് ഇപ്രകാരമാണ്. A union B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എയിലെ എലമെന്റ്സിനെ എല്ലാം എടുക്കുക 1 2 3, then ബിയിലെ എലമെന്റ്സ് എടുക്കുക. എയിലെ എലമെന്റ്സ് വീണ്ടും ബിയിൽ ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഫസ്റ്റ് റൂൾ ഉണ്ടല്ലോ, ഒരു സെറ്റിലെ എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യില്ല. സോ യു ജസ്റ്റ് അവോയ്ഡ് ദാറ്റ് ആൻഡ് റൈറ്റ് ദ റിമൈനിങ് പാർട്ട്. ഓക്കേ, സോ 1 2 3 5 6 ഇതാണ് A യൂണിയൻ B എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കലി നമ്മൾ എക്സ്പ്രസ് ചെയ്യാം ഇപ്രകാരമാണ്. A union B is equal to set of all x such that ഇതിനകത്തുള്ള എലമെന്റ്സ് x ന്റെ രൂപത്തിലാണ്. ആ x എവിടേക്ക് ആയിരിക്കണം? x എലമെന്റ് ഓഫ് A or x എലമെന്റ് ഓഫ് B. A യൂണിയൻ B യിലെ ഒരു x ഉണ്ടാവണമെങ്കിൽ ആ x A യിലോ B യിലോ ഉണ്ടാവണം. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉണ്ടെങ്കിൽ അവൻ എവിടെ ഉണ്ടാകും? A യിലോ B യിലോ ഉണ്ടെങ്കിൽ അവൻ എവിടെ ഉണ്ടാകും? A യൂണിയൻ B യിൽ ഉണ്ടാകും. നോക്കിയേ, 1 A യിലുണ്ട്, ഇവിടെ വന്നു. 2 ഇവിടെ ഉണ്ട്, ഇവിടെ വന്നു. 3 ഇവിടെ ഉണ്ട്, ഇവിടെ വന്നു. 6 ഇവിടെ ഉണ്ട്, വന്നു. 5 ഇവിടെ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. A യൂണിയൻ B സിമ്പിൾ ആണ്. നിങ്ങൾ രണ്ടും കൂടെ കൂടി യോജിപ്പിച്ച് എഴുതുക, റിപ്പീറ്റ് ചെയ്യാതെ എഴുതുക. അത്രയേ ഉള്ളൂ സത്യം പറഞ്ഞ A യൂണിയൻ B. പിന്നെ മാത്തമാറ്റിക്കലായി ഡെഫിനിഷൻ നമുക്കൊന്ന് ഓർത്തിരിക്കാം. മാത്സിലെ പഠിക്കണം, അപ്പോൾ മാത്തമാറ്റിക്സ് രീതിയിൽ ഇത് പ്രോബ്ലം ചെയ്യേണ്ട രീതി എന്ന് മാത്രം നമ്മൾ ഓർക്കുക. എനിക്ക് തോന്നുന്നു A യൂണിയൻ B വളരെ സിമ്പിൾ ആണ്, ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് അടുത്തത്. So properties of union of sets. First one, A union B equal to B union A. A എടുത്തിട്ട് B യോട് യൂണിയൻ കണ്ടാലും B എടുത്തിട്ട് A യോട് യൂണിയൻ കണ്ടാലും ഇത് എവിടെയെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടി നമ്മൾ നമ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് അഡീഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ A plus B is equal to B plus A. ഇവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടിയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിയാലും സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓർത്ത് നോക്കാം. അതിലെ പ്രോപ്പർട്ടി നമ്മൾ പറയുന്നതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. അങ്ങോട്ട് ഇങ്ങോട്ട് കമ്മ്യൂട്ട് ചെയ്യും. ഞാൻ അങ്ങോട്ട് ചേർന്നാലും അവിടുന്ന് ഇങ്ങോട്ട് ചേർന്നാലും ഒന്ന് തന്നെ. ഇതാണ് അർത്ഥം. അത്രയേ ഉള്ളൂ. സോ ദിസ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇനി 3 സെറ്റ്സ് കൺസിഡർ ചെയ്യാം. ഞാൻ 3 സെറ്റ് കൺസിഡർ ചെയ്തു. 3 കൂടെ ഒരേ സമയം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, രണ്ട് പേര് വെച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം B യൂണിയൻ C ആദ്യം ചെയ്തു. ബിയും സിയും തമ്മിലുള്ള കാൽക്കുലേഷൻ അല്ലെങ്കിൽ യൂണിയൻ ഞാൻ കണ്ടുപിടിച്ചിട്ട് എയുമായിട്ട് യൂണിയൻ എടുത്തു. ബിയും സിയുമായിട്ട് ഞാൻ യൂണിയൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ എയുമായിട്ടുള്ള യൂണിയൻ എടുത്തു. അതാണ് എ യൂണിയൻ ബി യൂണിയൻ സി. നമ്മൾ വായിക്കുന്നതിന് തന്നെ അത് മനസ്സിലാക്കണം. എ യൂണിയൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു, ഞാൻ ആദ്യം എയും ബിയും തമ്മിലുള്ള യൂണിയൻ കണ്ടു. എയും ബിയും തമ്മിലുള്ള യൂണിയൻ കണ്ടു. ദെൻ ഞാൻ സി ആയിട്ടുള്ള യൂണിയൻ കണ്ടു. ഇത് ഞാൻ വായിക്കാം. എ യൂണിയൻ ബി യൂണിയൻ സി. എ യൂണിയൻ ബി യൂണിയൻ സി. അതായത് നമ്മൾ ഈ അസോസിയേഷൻ രണ്ടുപേരെ വെച്ച് എടുക്കണമല്ലോ. അപ്പൊ ഞാൻ ആദ്യം രണ്ടും നമ്മൾ ആദ്യം അസോസിയേറ്റ് ചെയ്തു, എന്നിട്ട് ഇത് വെച്ച് കണ്ടു. ഇവിടെ ഞാൻ എയും ബിയും ആദ്യം അസോസിയേറ്റ് ചെയ്തു, പിന്നെ ഞാൻ സി കണ്ടു. ഇത് രണ്ടും ചെയ്താലും എങ്ങനെ ഓർഡർ എടുത്ത് ചെയ്താലും ഉത്തരം സെയിം ആണ്. അതിന് പറയുന്ന പേരാണ്
അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. നമ്മുടെ അഡീഷനിൽ ഈ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് അസോസിയേറ്റീവ്. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. മൂന്നാമത്തേത് എ യൂണിയൻ നൾ സെറ്റ്. നൾ സെറ്റ് എന്താ? ഒന്നുമില്ല. എ യൂണിയൻ, എയുടെ കൂടെ പിന്നെ നൾ സെറ്റും കൂടെ ചേർത്താൽ പിന്നെ എന്ത് കിട്ടും? ഏതെങ്കിലും കിട്ടുള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു എ. ഇതിനൊരു പേര് പറയും ലോ ഓഫ് ഐഡന്റിറ്റി. എ യൂണിയൻ നൾ സെറ്റ് is equal to a law of identity. 4 a union a ആയിട്ട് തന്നെ യൂണിയൻ എടുക്കാം. ഏതെങ്കിലും വരണോ? വേറെ വരാൻ പറ്റുമോ? കൂടുതൽ വേറെ ആൾക്കാരുടെ അപ്പുറത്ത് കുടുംബത്തിൽ നിന്ന് വേറെ വരില്ലല്ലോ. അതേ കുടുംബം തന്നെയല്ലേ. അപ്പൊ എ യൂണിയൻ എ is equal to a. അതിന് ഒരു പ്രത്യേക പേര് പറയും ഐഡംപൊട്ടന്റ് ലോ. ഐഡംപൊട്ടന്റ് ലോ. പേരൊന്നും പഠിക്കേണ്ട, പ്രോപ്പർട്ടി പഠിച്ചാൽ മതി. സോ പേര് പറഞ്ഞ പ്രോപ്പർട്ടി ഒന്നും നമ്മൾക്ക് ചോദിക്കാനൊന്നും പോകുന്നില്ല. ബട്ട് എന്നാലും നമുക്ക് അറിയണമല്ലോ ഇതൊരു സാധനം ഉണ്ട് എന്നറിയാൻ വേണ്ടി മാത്രമാണ് പേര് ഇങ്ങനെ കഷ്ടപ്പെടാത്ത പോലെ തോന്നും. ഒന്നും നോക്കണ്ട. ഓക്കെ, സോ എ യൂണിയൻ എ is equal to a. And fifth one, A union U. ഒന്ന് തിരിച്ചറിയാനാണ് കേട്ടോ. യൂണിയനും യു നമ്മൾ തിരിച്ചറിയണമല്ലോ. എന്റെ യൂണിയൻ യു ആയിട്ട് പോകുന്നു. ഇച്ചിരി കൂടെ വീതിക്ക് എഴുതിക്കോളൂ കേട്ടോ. എഴുതി വന്നപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഇച്ചിരി വീതി ഉണ്ടായിരുന്നു, ഇവിടെ വീതി കുറഞ്ഞു. യു എന്ന് പറയുന്നത് വീതിക്കാണ്. യു എന്ന് പറയുന്നത് യു അല്ല, യൂണിയന്റെ യു ആയിട്ട് എഴുതുന്നത് ഇച്ചിരി വീതി കിട്ടുള്ളൂ. സബ്സെറ്റ് ഞാൻ ഇങ്ങനെ തിരിച്ചിടാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ആ യു ഒന്ന് വിരിച്ചിട്ടേക്കാം. ഓക്കെ, അപ്പൊ ഞാനൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് യു ആണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വലുതാക്കിയിട്ടിരിക്കുന്നത്. എയുടെ കൂടെ യു കൂടെ ചേർത്താൽ ആരെ കിട്ടും? യു ആണ് ഏറ്റവും വലുത്, എ അതിനകത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ സബ്സെറ്റ് ആണ്, ആരുടെ? യുവിന്റെ സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ യു ആര് വരും? യു അല്ലേ വലിയാശാൻ. അപ്പൊ ആര് തന്നെ വരും? യു തന്നെ വരും. ദിസ് ഈസ് ഈക്വൽ ടു യു. ദിസ് ഈസ് ലോ ഓഫ് യൂണിവേഴ്സ്. പേരൊക്കെ നല്ല കിട്ടുന്ന പേരാണ്, കുഴപ്പമൊന്നുമില്ല. അതിങ്ങോട്ടാണ് ലോ ഓഫ് യൂണിവേഴ്സ്. സോ 5 പ്രോപ്പർട്ടി. A union B is equal to B union A. Commutative property. A union B union C is equal to A union B union C is equal to A union B union C. Associative property. A union null set is equal to A law of identity. A union A is equal to A itself, idempotent law, and A union U is equal to U, law of universe. Okay. നിങ്ങൾ ഏതെങ്കിലും എക്സാമ്പിൾ ഒക്കെ ഇട്ടിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സസൈസ് വരുമ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു ഉറപ്പിന് വേണ്ടി മാഷ് വല്ല മണ്ഡലം പറയുന്നുണ്ടോ എന്ന് അറിയണ്ടേ. അപ്പൊ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് ഈ പറഞ്ഞ സാധനമൊക്കെ ശരിയാണോ. എന്നിട്ട് ശേഷം നിങ്ങൾ എക്സസൈസിലേക്ക് കടന്നാൽ മതി. ഇത് ചെക്ക് ചെയ്യാൻ ഇത്രയുള്ള 3 സെറ്റ് എടുക്കണം. എ 1 സെറ്റ് എടുക്കുക, ബി വേറെ സെറ്റ് എടുക്കുക, സി വേറെ സെറ്റ് എടുക്കുക. ഈ പറയുന്ന ഓപ്പറേഷൻസ് ചെയ്ത് നോക്കാം. 5 പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുക. ഓക്കെ, റെഡി. സോ വി മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്. അടുത്ത ടോപ്പിക് റൈറ്റ് സൈഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്തായിരിക്കും? സോ ദാറ്റ് ഈസ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. So intersection of sets. Intersect ചെയ്യാം, കൂട്ടിമുട്ടുക നമ്മൾ പറയുന്ന അർത്ഥമല്ലേ ഇന്റർസെക്ട് ചെയ്യാം. ഇവിടെ ഇത്ര വരുന്നുള്ളൂ. 2 സെറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്, രണ്ടിലും കോമൺ ആയിട്ടുള്ള മെമ്പേഴ്സ് ആരോ അതാണ് എന്ത് വരുന്നത്? ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞു വരുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. A is equal to 1 2 3
വീണ്ടും ഞാൻ അത് തന്നെ എഴുതി. എളുപ്പം അതുകൊണ്ടാണ് എപ്പോഴും ആദ്യമേ അത് തന്നെ എഴുതുന്നത്. നിങ്ങൾ അതിൽ വിഷമം വിചാരിക്കേണ്ട. 5 4 3 2 ഞാൻ ഓർഡർ ഒന്ന് തിരിച്ച് എഴുതിയിട്ടുണ്ട്. A is equal to 1 2 3, B is equal to 5 4 3 2. അങ്ങനെയാണെങ്കിൽ A ഇന്റർസെക്ഷൻ B ഇതാണ് നൊട്ടേഷൻ. യൂണിയൻ മുകളിലേക്കാണെങ്കിൽ ഇന്റർസെക്ഷൻ താഴോട്ട് ഇച്ചിരി വിരിച്ചിട്ടേക്കണം. അപ്പോൾ അതാണ് അതിന്റെ എല്ലാ സിമ്പിൾ തിരിച്ചറിയാനുള്ള മാർഗം. നമ്മൾ എഴുതി വരുമ്പോൾ ചിലപ്പോൾ ഒന്നിന് അടുത്ത് പോകണ്ട, ഒന്ന് ആ ഡിസ്റ്റൻസ് ഇട്ട് തന്നെ എഴുതി പഠിച്ചോളൂ. ഓക്കെ, സോ A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത് ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ളത്. 1 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. 2 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. 3 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ ആരില്ല, പിന്നെ ഇവിടെ കാര്യമില്ല. സോ 2 3 ആണ് ഈ രണ്ട് സെറ്റിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. ഈ കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത്. നമ്മൾ യൂണിയനിൽ ഒരു മാത്തമാറ്റിക്കൽ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയില്ലേ, അത് ഇവിടെയും ഉണ്ട്. സോ A intersection B is equal to set of 4x such that x element of A and x element of B. A intersection B എന്ന് പറയുന്നത് എങ്ങനെയുള്ള എക്സുകളാണ്? എക്സ് എയിലും ഉണ്ടാകണം, ആൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എയിലും ഉണ്ടാകണം, ബിയിലും ഉണ്ടാകണം. That x belongs to both A and B. That this x belongs to both A and B. അങ്ങനെയാണെങ്കിൽ എവിടെ ഉണ്ടാകും? It belongs to A intersection B. ഇതാണ് ഇന്റർസെക്ഷൻ പറയുന്നത്. യൂണിയൻ പറയുമ്പോൾ ഓർ ആണ്. ഏതെങ്കിലും ഒന്നിലുണ്ടായാൽ മതി. എയിലോ ബിയിലോ ഉണ്ടായാൽ എവിടെ ഉണ്ടാകും? യൂണിയൻ ബിയിൽ ഉണ്ടാകും. പക്ഷെ എയിലും ബിയിലും ഉണ്ടെങ്കിൽ, എയിലും ബിയിലും രണ്ടിലും ഒരുമിച്ചുണ്ടെങ്കിൽ എവിടെ ഉണ്ടാകും? ഇന്റർസെക്ഷനിൽ ഉണ്ടാകും. ഇതാണ് അതിന്റെ വ്യത്യാസം. ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു വൃത്തിയുള്ളൂ. ഇനി നമുക്ക് നാളെ രാവിലെ നമുക്കറിയാം ഇതിന് വല്ല വ്യത്യാസം ഉണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പൊ ക്യാമറയിൽ പറയുമ്പോൾ എനിക്ക് അതിന് വൃത്തിയുള്ളൂ, നിങ്ങൾ എന്റെ മുമ്പിൽ ഇല്ലല്ലോ. ഓക്കെ, സോ നെക്സ്റ്റ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. സോ ഐ ആം മൂവിംഗ് ടു ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. നേരത്തെ പറഞ്ഞ തന്നെ വീണ്ടും എഴുതി നോക്കാം. ഒന്ന്, A intersection B is equal to B intersection A. A intersection B is equal to B intersection A. പ്രോപ്പർട്ടിയുടെ പേര് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, ഞാൻ എഴുതുന്നില്ല. ഓക്കെ, രണ്ട്, A intersection B intersection C is equal to A intersection B intersection C. A intersection B intersection C. That means B intersection C. ആദ്യം കാണുന്നു, എന്നിട്ട് A യുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നു. തിരിച്ച് ഇവിടെ A യും B യും തമ്മിലുള്ള ആദ്യം കാണുന്നു, പിന്നെ C കാണുന്നു. Both are same. പ്രോപ്പർട്ടി ഞാൻ എഴുതുന്നില്ല എന്ന് തന്നെ. ഓക്കെ, 3 എന്തായിരുന്നു? A intersection null set. A intersection null set. യൂണിയനിലെ യൂണിയൻ null set A ആണ്. ഇവിടെ A intersection null set എന്തായിരിക്കും? എയിലും null setലും കൂടെ കോമൺ ആയിട്ട് ആരുണ്ട്? ആരുമില്ല. അപ്പോൾ ആര് വരും? null set തന്നെ വരും. ഓക്കെ, ആൻഡ് 4, A intersection A. A intersection A. എയുമായിട്ട് ഇന്റർസെക്ട് ചെയ്താൽ ആര് വരും? A തന്നെ വരും. ഓക്കെ, then fifth one, A intersection U. ഓക്കെ, A intersection U. A union U ആണ്. കാരണം A ഉള്ള യുവിലുണ്ട്, ഏതെങ്കിലും ഒന്നിലുണ്ടായാൽ മതി. ഓക്കെ, ഇവിടെ എയിലും ഉണ്ടാകണം, യുയിലും ഉണ്ടാകണം. എയേക്കാളും വലുതാണ് യു, എ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് യു. അപ്പം എ യുവിന്റെ സബ്സെറ്റ് ആണ്. therefore A intersection U എന്ന് പറയുന്നത് ആരായി മാറും? A തന്നെ ആയി മാറും. A intersection U എന്ന് പറയും. പേരൊക്കെ നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഓക്കെ, ആൻഡ് 6th one, ഒരു പ്രോപ്പർട്ടി ഇവിടെ x
എക്സ്ട്രാ കയറുകയാണ് നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി രണ്ടും കൂടെ ചേർന്ന്. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി is equal to A intersection B union A intersection C. നമ്മൾ സാധാരണ നമ്മൾ ലീനിയർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് a into x plus b, a into x plus b. ഇവിടെ ഒരു ഇൻറ്റു ഉണ്ടല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് ax plus ab, ax plus ab. Similarly, a intersection b union c. a ഇവിടെ ഇൻറ്റു വരും ഇന്റർസെക്ഷൻ ആണ്, പ്ലസ് വരും യൂണിയൻ ആണ്. സോ a intersection b യൂണിയൻ a intersection c. ഇതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയും. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമ്മൾ അഡീഷനിലുണ്ട്, അഡീഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പഠിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഞാൻ എഴുതിയേക്കാം. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അപ്പൊ ഇതാണ് ഇത്. ഇനി തിരിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ യൂണിയൻ ഇവിടെ ഇന്റർസെക്ഷൻ വന്നാൽ റിസൾട്ട് ഓക്കെ ആണ്. നമ്മൾ അത് ബാക്കി പിന്നീട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് മാത്രം, ഈ ബ്രാക്കറ്റ് മാറ്റാം എന്നുള്ളത് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. രണ്ടും പോകും. ഓക്കെ, so we move to the last one, difference of sets. difference of sets. നോക്കിക്കേ, ഡിഫറൻസ് നമ്മുടെ സാധാരണ വേർഡ് മീനിങ് തന്നെ. ഡിഫറൻസ് വാട്ട് ഈസ് 3 - 2? 3 ൽ നിന്ന് 2 മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്നത് 1 അല്ലേ? ആ ഡിസ്റ്റൻസ് നമ്മൾ മാറ്റുന്നത് എന്നുള്ളത് പോലെ തന്നെ ഇവിടെ നമ്മൾ a is equal to 1 2 3 4 വീണ്ടും തന്നെ വന്നിട്ടാണ്. കുഴപ്പമില്ല. a is equal to 1 2 3 4 and b is equal to 3 4 5 6. a is equal to 1 2 3 4 and b is equal to 3 4 5 6. അങ്ങനെയാണെങ്കിൽ a minus b ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ സാധാരണ മൈനസ് തന്നെയാണ്. a minus b is equal to a minus b ഡിഫൈൻ ചെയ്ത പ്രകാരമാണ്. a യിൽ നിന്ന് b യുടെ എലമെന്റ്സ് ഉണ്ടെങ്കിൽ മാറ്റുക. a യിൽ നിന്ന് b യുടെ എലമെന്റ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റുക. കിട്ടി. സാധാരണ ഇനി തന്നെ a യിൽ നിന്ന് b യുടെ എലമെന്റ്സ് മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്നത് ഇവിടെ a 1 2 3 4 ആണ്. ഇതിൽ b ആരൊക്കെയുണ്ട്? 3 4. ഈ a യിലെ 1 2 3 4 ഉണ്ട്. അതിനകത്ത് b ആരുണ്ട്? 3 4 ഉണ്ട്. ആ 3 4 മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്നത് 1 2. So this is a minus b. നമുക്ക് തിരിച്ചുള്ള നോക്കിയോ? b minus a. So what is b minus a? b യിൽ നിന്ന് a യുടെ എലമെന്റ്സ് മാറ്റുക. b യിൽ നിന്ന് a യുടെ എലമെന്റ്സ് മാറ്റി കിട്ടുന്നത് എന്തോ അതാണ് b minus a. b 3 4 5 6 ആണ്. അതിൽ a ആരൊക്കെയുണ്ട്? 3 4 ഉണ്ട്. So b യിൽ നിന്ന് 3 4 നെ മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്നത് 5 6. b യിൽ നിന്ന് a മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്നത് 5 6. So b minus a 5 6.
ഇപ്പൊ തന്നെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടി. എന്താ കിട്ടിയേ? എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. ഓക്കെ, നോർമൽ കേസിൽ ഈക്വൽ ആകുന്ന അവസ്ഥയുണ്ട്. പക്ഷെ നോർമൽ കേസിൽ എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. നിങ്ങൾ നോക്കി നോക്കിയേ, 5 മൈനസ് 3 എത്രയാ? 5 മൈനസ് 3 എത്രയാ? 2. 3 മൈനസ് 5 2 ആണോ? അല്ലല്ലോ, -2 അല്ലേ? ഈക്വൽ അല്ലല്ലോ. അത് തന്നെയാണ് ഇവിടെ. എ മൈനസ് ബി നെവർ ഈക്വൽ ടു ബി മൈനസ് എ. എ മൈനസ് ബി 1 2 ആണെങ്കിൽ ബി മൈനസ് എ 5 6 ആണ്. തെറ്റിച്ച് കളയാറ് സാധാരണ തെറ്റിക്കുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ നമ്മൾ ഓർക്കുക, എ മൈനസ് ബി, എ ആണ് ആദ്യത്തെ ആള്, എയിൽ നിന്ന് ബിയുടെ എലമെന്റ്സ് റിമൂവ് ചെയ്ത് ബാക്കിയുള്ളത് എഴുതുക. സോ യു വിൽ ഗെറ്റ് ഓക്കെ. മാത്തമാറ്റിക്കൽ ആയിട്ട് നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എഴുതേണ്ട ഒരു കാര്യമുണ്ട്. അത് ഞാൻ എഴുതിയില്ല, അപ്പോൾ അത് ഞാൻ ഇവിടെ എഴുതുന്നു. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എ, എക്സ് എ ഉണ്ടാകണം, ആൻഡ് ആ എക്സ് എവിടെ ഉണ്ടാകാൻ പാടില്ല? ബിയിൽ ഉണ്ടാകാൻ പാടില്ല. എക്സ് എയിൽ ഉണ്ടാകണം, ആ എടുക്കുന്ന എക്സ് എവിടെ ഉണ്ടാകാൻ പാടില്ല? ബിയിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ എക്സ് എവിടെ ഉണ്ടാകും? എ മൈനസ് ബിയിൽ ഉണ്ടാകും. എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് നോട്ട് എലമെന്റ് ഓഫ് ബി, ബിയിൽ ഉണ്ടാകാൻ പാടില്ല. അതുതന്നെയാണ് ഞാൻ എക്സ് എയിൽ നിന്ന് ബി മാറ്റാൻ നേരത്തെ പറഞ്ഞത്. മാത്തമാറ്റിക്കലായിട്ട് അതിനെ ഇങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതാണ് അതിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു, ടെക്സ്റ്റിനകത്ത് നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് പറഞ്ഞ് കാണില്ല, എന്നാലും ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചറിയാൻ ചോദിക്കും എന്നുള്ളതുകൊണ്ട് 1-2 പ്രോപ്പർട്ടി ഞാൻ തിരിച്ചു പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. ഇഫ് എ നോട്ട് ഈക്വൽ ടു ബി, എ ബി ഈക്വൽ ആണെങ്കിൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അപ്പൊ അതിനോട് പറയുന്നത് 3 മൈനസ് 3 0, 3 അപ്പുറത്തിട്ടാലും 3 മൈനസ് 3 0 തന്നെയാണ്. അപ്പൊ ആ ട്രിവിയൽ കേസ് എന്ന് പറയാം. ട്രിവിയൽ കേസ് എന്നോട് പറയരുത്. അല്ലാത്ത കേസിൽ എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. ഇനി 2, if a subset of b, a b യുടെ സബ്സെറ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് a മൈനസ് b? a യുള്ളതെല്ലാം b യിലുണ്ട്, എന്നിട്ട് a യിൽ നിന്ന് b മാറ്റുകയും വേണം. a യിൽ നിന്ന് പിന്നെ b മാറ്റുകയും പിന്നെ ആരുണ്ടാവില്ലല്ലോ. സോ a മൈനസ് b is equal to none. അങ്ങനെ ഇങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട്, ഇപ്പൊ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഇങ്ങനെ പലതും നിങ്ങൾക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റും. if a equal to b വരികയാണെങ്കിൽ എന്ത് വരും? what is a minus a? a minus a null. a യിൽ നിന്ന് a മാറ്റുന്നു. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ a minus u അല്ലെങ്കിൽ u minus a. what is u minus a? പറയാൻ പറ്റില്ല, കൃത്യമായില്ല. what is a minus u? a minus u. നോക്കി നോക്കുക. അപ്പൊ അത് ഞാൻ നാളെ ഡിസ്കസ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിലിട്ട് വെറുതെ ഇട്ട് നോക്കുക. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളുടെ പ്രോപ്പർട്ടി ഒക്കെ വെച്ചിട്ട് ഈ ഡിഫറൻസ് ഇട്ട് നോക്കുക, ഏതൊക്കെ ശരിയാവുന്നു ഏതൊക്കെ ശരിയാകുന്നില്ല എന്നുള്ളത് നോക്കുക. ഓക്കെ, ഞാൻ ഇങ്ങനെ ഡെഫിനിഷൻസ് എല്ലാം പറഞ്ഞ് ഇങ്ങനെ എഴുതി വന്നപ്പോൾ ഞാൻ ഒരു കാര്യം എല്ലാത്തിലും ഭംഗിയായിട്ട് ഞാൻ വിട്ടുപോയി. ഇത്രയും ഞാൻ ഓർക്കാൻ വേണ്ടി എഴുതിയിട്ടതാണ്, എന്നിട്ടും ഞാൻ വിട്ടു. ഓക്കെ, സോറി, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ സാധനത്തിന്റെ എല്ലാം വെൻ ഡയഗ്രാം ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ഓർക്കുന്നു 3 കാര്യം പറയാനുള്ളത്, 3 കാര്യം പറയാനുള്ളത്, 2 കാര്യം പറഞ്ഞോളൂ എന്ന് ഞാൻ ഓർമ്മ വന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് 3ാമത്തെ കാര്യം കിട്ടിയത്. കുഴപ്പമില്ല, നമുക്കത് ഇപ്പം ഇത് പറഞ്ഞിട്ട് നമുക്കത് അവസാനിപ്പിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. സോ യൂണിയൻ ഓഫ് സെറ്റ്സ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ വെൻ ഡയഗ്രാമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ യു അത് എപ്പോഴും ഇടണം. വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട റെക്ടാങ്കിൾ വരയ്ക്കുക, യു വരയ്ക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ബി. എ യൂണിയൻ ബി എന്ന് പറയുന്ന എയിലുള്ള എലമെന്റ്സും ബിയിലുള്ള എലമെന്റ്സും. അപ്പൊ ഇവരെല്ലാവരും ഉണ്ട്, ശരിയല്ലേ? സോ ദിസ് ഈസ് എ യൂണിയൻ ബി. This is A union B. Clear ആണല്ലോ? A intersection B. ഞാൻ പറഞ്ഞു വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഏറ്റവും ആദ്യം വരയ്ക്കുന്നത് റെക്ടാങ്കിൾ വരയ്ക്കുന്നു,
യു ഇടുന്നു, മറക്കരുത്, യു ആണ് കേട്ടോ. ഓക്കെ, then A, B, ഇന്റർസെക്ഷൻ എയിലും ബിയിലും ഉണ്ടാകണം. എയിലും ബിയിലും ഉണ്ടെന്ന് ആരാ? ശരിയല്ലേ? സിമ്പിളാണ്. എ ഇന്റർസെക്ഷൻ ബി മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വരയ്ക്കാൻ വലിയ പാടൊന്നുമില്ല, നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ദിസ് ഈസ് എ യൂണിയൻ ബി ആൻഡ് ദിസ് ഈസ് എ ഇന്റർസെക്ഷൻ ബി. ആൻഡ് വൺ മോർ തിങ് ഈസ് ലെഫ്റ്റ്. ഏതാണ്? എ മൈനസ് ബി. A minus B. A B ഞാൻ മറന്നുപോയി, യു മറക്കരുത്. ഓക്കെ, A minus B. A ഇതാണ് മൊത്തം, A ഇതാണ്. A യിൽ നിന്ന് B മാറ്റുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. A യിൽ നിന്ന് B മാറ്റി. ഇതായിരിക്കും എന്തോന്നാ? A minus B. ഇത് മൊത്തം A, അതിനകത്ത് നിന്ന് B മാറ്റി. ഇത് മൊത്തം A, അതിനകത്ത് നിന്ന് B മാറ്റി. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദിസ് ഈസ് A minus B. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് B minus A ഇവിടെ കാണിക്കാം. This is B, this is B, this is B, and B യിൽ നിന്ന് A മാറ്റി. ഇത് മൊത്തം B, B യിൽ നിന്ന് ഞാൻ A മാറ്റി. അപ്പോ we'll get B minus A. So this is A minus B and this is B minus A. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർട്ടിയും കൂടെ മൈനസിൽ കിട്ടും. So what is A minus B intersection B minus A? A minus B intersection B minus A. ഇവര് തമ്മിൽ വല്ല ഇന്റർസെക്ഷൻ ഉണ്ടോ? ഇല്ല. നൾ സെറ്റ്. അടുത്ത പ്രോപ്പർട്ടി. ഇതാ ഞാൻ പറഞ്ഞ കുറെ സാധനങ്ങൾ എഴുതി നോക്കാം എന്നുള്ളത്. അപ്പൊ അത് ശ്രമിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ന ഫോർമുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ന പേര് വെച്ചിട്ടൊന്നും പ്രോപ്പർട്ടി ഇല്ല. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. പല രീതിയിൽ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അടുത്ത എക്സസൈസ് നിങ്ങൾക്കുണ്ട്. ഇന്ന് വേഗം നിങ്ങൾ ചെയ്യുക. നാളെ 10 മണിക്കാണ് നമ്മൾ